വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. പ്രിയമുള്ളവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ കാലത്തെ പള്ളിയാണ് കേട്ടോ. ഇതൊക്കെ പള്ളി വീട് എല്ലാം ഇങ്ങനെ മരം വെച്ച് ഇതിൻ്റെ മേലെ ഈ ഓലൻ്റെ പട്ടൻ്റെ തണ്ട് വെച്ച് അതിൻ്റെ മേലെ ഓല വെച്ച് മണ്ണിട്ട് മിനുക്കലാണ് കേട്ടോ അവർ മുകളിലൊക്കെ. അടിവാങ്ങ ഇങ്ങനത്തെ ഉണ്ടാക്കുക. ഇത് നല്ല കുളിരും കിട്ടും കേട്ടോ, നല്ല തണുപ്പിട്ടും. പക്ഷേ ഇതൊരുപാട് പഴക്കമായതുകൊണ്ട് ഈ മരങ്ങളൊക്കെ പൊട്ടി ഇത് തലയിൽ ചാടേണ്ട കണ്ടീഷനാണ്. ഒരു മരം അത് പൊട്ടി കിടക്കണേ മെഹ്റാബിലാണ് പൊട്ടിക്കണത്. അവിടെയാണ് നിസ്കരിക്കുമ്പോൾ ഇമാമ് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ ഒരു പുതിയ വീഡിയോ ആണ്. ഒരുപാട് കാഴ്ചകൾ ഇതിൽ പഴയ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. പഴയ ബിൽഡിങ്ങുകളാണ് കാണുക. അപ്പോൾ പണിയെടുക്കാൻ പറ്റാതെയൊക്കെ കിടക്കുന്ന വീടുകളാണ് കാണാൻ പോകുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് അടിക്കുക. അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ളത് എന്താണ്, നമ്മളെ വീഡിയോ അവസാനം വരെ കാണുക. ഒരുപാട് വീടുകൾ കാണാനുണ്ട്, ഒന്ന് രണ്ട് വീടൊന്നല്ല. ഇതൊരു പള്ളിയാണ് കേട്ടോ. ഒരുപാട് കാലമായിട്ട് ഇതിൽ നിസ്കാരമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി കുറച്ച് ദിവസം നിസ്കരിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ ആയി. പിന്നെ ഈ മരങ്ങൾ പൊട്ടിപ്പോയി. കറണ്ടിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാണ്, ഇതൊക്കെ പൊട്ടി നിൽക്കുകയാണ്. തലയിൽ ചാടേണ്ട കണ്ടീഷനാണ്. ഞാനിങ്ങനെ നോക്കിയും കണ്ടുക നിൽക്കണം കേട്ടോ. ഓടാൻ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഈ മരം വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ തണ്ട് വെട്ടിയിട്ടിട്ട് അതിൻ്റെ മേലെ ഇല ഇട്ടിട്ട് മണ്ണിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി കേട്ടോ. ഇത്രയും വലിയ പള്ളിയാണ്, ചെറുതൊന്നല്ല. അപ്പോൾ അത്യാവശ്യം വലിയ റൂമാണ്. 20 അടി നമ്മൾ കണ്ട പള്ളിയുടെ മുൻവശമാണത്. അതിൻ്റെ മുൻവശങ്ങളാണ് ഇതാണ് കേട്ടോ. അതുപോലെ അതിൻ്റെ ഒരു മുനാരം കാണേ. മുരാരം വന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ടാങ്കൊക്കെ എത്തിങ്ങാണ്ട് മുനാരം കമ്പി അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഇതാണ് ആ പള്ളി കേട്ടോ. നമ്മളെ ചെങ്കള നല്ല വെയിലാണ് പറയുന്നത്. ഇതാണ് ആ പള്ളി. അതിൻ്റെ ഉള്ളിൽ കയറുന്ന വഴിയാണിത്. അതിൻ്റെ അടുത്തുള്ള ഒരു റൂമാണിത്. അതിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ എല്ലാ കച്ചറൊക്കെ നിറച്ച് ഷോറാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഒരുപാട് സാധനങ്ങൾ ഞാൻ നിറച്ച് വെച്ചിരിക്കുക. ഇനി നമ്മളിങ്ങനെ പോകുന്ന ഒരു പഴയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ട ബിൽഡിങ്ങൊക്കെയാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തൊരു പഴയ കാലത്തെ വണ്ടി ഉണ്ട് കേട്ടോ. GMC ആണ്. പഴയ കാലത്തെ വണ്ടി പറ്റ പഞ്ചറായി, ഒന്നുമില്ല, കൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ തൊട്ടടുത്ത് ഉള്ളതാണിത്. അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റിയ ഒരു ഷെഡിൻ്റെ ഉള്ളിലാണെങ്കിൽ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് ഇപ്പോൾ പഴയതായിക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ പഴയതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തുണ്ട് ഇവിടെ ഒരു സാധനം, കുട്ടികൾ കിടക്കുന്ന സാധനം, കുട്ടികളെ തൊട്ടിയലുമായൊരു സാധനം. അതിൻ്റെ തൊട്ടടുത്ത് ഇതാ ഒരു സാധനം കാണുന്നുണ്ട്. പഴയ ബിൽഡിങ് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഉഷാറായിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ നമ്മളെ പോക്ക്. പഴയ കാലത്ത് എന്തോ ഉണ്ടാക്കി വെച്ചതാണ്. അതിൻ്റെ ഉള്ളിലൊന്നും മനുഷ്യന് ഒരുപാട് കാലമായിട്ടില്ല കേട്ടോ. ഒരുപാട് കാലമായിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും ആളുകളില്ല. കൂടാരങ്ങളൊക്കെ ഉണ്ട്, ഈ വിടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്നൊന്ന് പോയി നോക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞാൻ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി കൂടിയിട്ടോ. പ്രിയമുള്ളവരെ, ഇത് പഴയ കാലത്ത് സൗദികൾ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അടിയിലൊന്നും നോക്കാൻ വയ്യ, നടക്കാനും വയ്യ. നായ്ക്കാട്ടം വരേണ്ട ഇതിനുള്ളിലേക്ക് കയറാനായി ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് കയറിയതാണ്. നല്ല സീനറികളൊക്കെ വരച്ചിട്ടുണ്ട്. ഒരുപാട് കാലം പഴക്കമുള്ളതാണ്. നല്ല മോഡലിൽ ഉണ്ടാക്കിക്കണം, മരം കൊണ്ട് ഉണ്ടാക്കിയ മതി. ഇതിലേക്ക് പട്ടി കയറി തൂറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല സീനറികളൊക്കെ വരച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് പഴക്കമുണ്ട് കേട്ടതിന്. അവിടെ മനസ്സിലൊന്നും കയറാത്തതാണ്. ഡോറിൻ്റെ ഉള്ളിൽ കൂടി കയറാൻ വയ്യ. ഡോറ് ഗ്ലാസ്സാണ്, ഒക്കെ ജാമായിക്കണം. മേലെ താഴേക്ക് കയറ്റി നിൽക്കുക. നല്ല വണ്ടിൻ്റെ ഫോട്ടോസൊക്കെ വരച്ചിട്ടുണ്ട്. നല്ല ഫോട്ടോ ഒക്കെ വരച്ചിട്ടുണ്ടല്ലോ, ഉഷാറായിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ ഒരു വണ്ടിയുണ്ട്, ചായപാത്രങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു വണ്ടി കാണാണ്ട് വരച്ചിട്ട് നല്ല വരവും കുഴിയൊക്കെ ഉണ്ട് ഇതിനുണ്ടാവും. അവിടെയൊക്കെ ചായപാത്രങ്ങൾ, ചായ ഉണ്ടാക്കുന്നത്, കുടിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിതിൻ്റെ അടിയിലേക്കൊന്ന് നോക്കാൻ കേട്ടോ, വെറും മണ്ണും പൊടിയാണ്. പിന്നെ ലൈറ്റിൻ്റെ ഒക്കെ സെറ്റപ്പ് ഉഷാറാണ് മേൽപ്പൊടിയിലേ. ചെങ്കള ഇതൊക്കെ ഒരു പഴയ കാലത്ത് കെട്ടിയിട്ട വീടാണ്.
ഈ വീടൊക്കെ കെട്ടിയിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾക്ക് കുടിയെടുക്കാൻ പറ്റിയിട്ടില്ല. പൈസ ആണോ എന്താ സംഭവം അറിയാം. എല്ലാം കെട്ടിയിട്ട് നല്ല 2-3 റൂമുണ്ട്. നിങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നു. ഒരുപാട് കാലം കണ്ടത് കെട്ടിയിട്ടില്ല. ചെറിയ പോലെ കണ്ടാലറിയാം അടിയൊക്കെ മണ്ണ് പിടിച്ച്. ഇത് ഈ മരുഭൂമിക്ക് അടുത്തൊരു സ്ഥലമാണ്. മരുഭൂമിയൊക്കെ ഇവിടെ ചെറിയ റൂമുണ്ട്. മരുഭൂമിക്ക് അടുത്തുള്ളൊരു സ്ഥലം, അതായത് ഫുള്ള് പിന്നെ മരുഭൂമിയാണ്. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് കോട്ട കെട്ടിയതാണ്. കണ്ടില്ലേ, മേലേക്ക് നല്ല ഡീസൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്താണ്, പിന്നെ ഇതിലേക്ക് ആൾക്ക് വരാൻ പറ്റിയില്ല. ഒരുപാടുണ്ട് ഇവിടെ റൂമുകൾ അറകം വെച്ചിങ്ങനെ കെട്ടിയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഇവിടെ നല്ല ഡീസൻ്റ് ആയിട്ട് കെട്ടിക്കുന്നുണ്ടല്ലേ. മേലെ ഇത് വേറെ ഒന്ന്, ഇവിടെ കുറേ കെട്ടിക്കണം. ചെറിയ ചെറിയ കൂടാരങ്ങളായിട്ട്. ഇവിടെ വാട്ടറിൻ്റെ ഒരു ടാങ്ക് എന്താ കാണുന്നുണ്ട്. ഒരുപാട് റൂമുകളുണ്ട്. നമ്മൾ ഇത് കണ്ടില്ലേ, നല്ലതായിട്ട് കെട്ടിയിട്ടാണ്. എന്താണ് സംഭവം, ഒരുപാട് കാലം പഴക്കമുള്ള വീടാണിത്. പിന്നെ അതിൻ്റെ മേലെ എന്താ കാറ്റുന്നു, അന്നത്തെ ടാങ്ക് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രിയമുള്ളവർ ഇന്നത്തെ നമ്മളെ വീഡിയോ. നിങ്ങളുടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യുക, പിന്നെ ലൈക്ക് കാര്യങ്ങളൊക്കെ അടിക്കുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക. കണ്ടോ, ഈ ഗ്ലാസിൻ്റെ ഇതിലൊക്കെ മണ്ണ് വന്ന് നിറഞ്ഞിട്ടടിക്കും. ഗ്ലാസിൻ്റെ റൂമാണ്, ഗ്ലാസ് ഇട്ട റൂമാണ് കണ്ടില്ലേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഇതുപോലെ ഒരുപാട് അട്ടാറ് കാഴ്ചകൾ ഇനി കാണാം കേട്ടോ. പഴയ വീടുകൾ ഒരുപാട് കെട്ടിട്ടുണ്ട്. എന്ത് വീടാണെന്ന് അറിയില്ല, ഒറ്റടിയിൽ ഞാൻ ഇവിടെ എന്തോ കാണണ്ട് പോയൊക്കെ. ഓ, ഇത് ഭയങ്കരമാണല്ലോ. ഇത് കുളിക്കുന്ന സ്ഥലമാണ്, സ്വിമ്മിംഗ് പൂളാണ്. ഇത് ഭയങ്കര വലിപ്പമുണ്ടല്ലോ, സ്വിമ്മിംഗ് പൂളാണ്. ഭയങ്കര സ്വിമ്മിംഗ് പൂളാണല്ലോ. ആഴത്തിൽ ഉണ്ടാക്കിയാണ് കേട്ടോ. ഉണ്ടാക്കിയിട്ടിട്ട് പിന്നെ അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല, എന്തോ ആയതാണ്. ഒരുപാട് വലിപ്പമുണ്ട് കേട്ടോ. നമ്മളെ ചെങ്കളെ അല്ലേ, ഒന്ന് നമ്മളെ വീഡിയോ എന്തൊരു സൈസാണ് കേട്ടോ. പ്രിയമുള്ള ചെങ്കളുടെ പറയുന്നത് എന്താ പറയുക, ഇതുപോലത്തെ കിടിലം വീഡിയോസൊക്കെ കാണാൻ പറ്റും. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രിയമുള്ളവരോട് പറയുന്നതാണ്. മറ്റല്ല പോണേ. അപ്പോൾ ചെങ്കളെ, അപ്പോൾ നമ്മൾ ബൈ കേട്ടോ. ഇത്രയുള്ള നമ്മളെ വീഡിയോ. ഇതിൻ്റെ അടിയിലുണ്ട് റൂമുകൾ, കണ്ണിങ്ങി അടിയിൽ ഇറങ്ങണം എന്നറിയില്ല. അടിയിൽ കാണുന്നുണ്ട് 3 റൂമിൻ്റെ അടയാളം കാണുന്നുണ്ട്.